الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ ഉമ്മ ആയിഷ ബീവിയുടെ അരികിലേക്ക് ഒരു സഹോദരി വരികയാണ്. അവരുടെ കൂടെ ചെറിയ 2 പെൺകുട്ടികളുമുണ്ട്. അവർക്ക് വിശക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കയ്യിലുള്ള 3 കാരക്കകൾ എടുത്തു കൊടുത്തു. ആ ഉമ്മ ഒരു കാരക്ക ഒരു കുട്ടിയുടെ കയ്യിലും രണ്ടാമത്തെ ഒരു കാരക്ക മറ്റൊരു കുട്ടിയുടെ കയ്യിലും കൊടുത്തു. അവർ രണ്ടുപേരും ആ കാരക്ക കഴിച്ചു തുടങ്ങി. ഈ 3ാമത്തെ കാരക്ക ഈ ഉമ്മ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ 2 ചെറിയ പെൺകുട്ടികൾ ആ കാരക്കക്ക് വേണ്ടിയും കൈ നീട്ടുകയാണ്. ആയിഷ ബീവി വലിയ കൗതുകത്തോടു കൂടി നോക്കി, എന്താണ് ആ ഉമ്മ ചെയ്യുക? ആ സ്വഹാബി വനിത എന്താ ചെയ്തതെന്നറിയോ? അവരവരുടെ വായിലേക്ക് കൊണ്ടുപോകുന്ന ആ കാരക്ക കീറി അത് 2 ചീളുകളാക്കി. ഒരു ചീള് ഒരു കുട്ടിക്കും മറ്റേ ചീള് രണ്ടാമത്തെ കുട്ടിക്കും കൊടുത്തു. ആയിഷ ബീവിനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അത്ഭുതം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞു. ഇങ്ങനെയൊക്കെ നടന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹൽ ജന്ന വഅഅതഖ ബിഹാ മിനന്നാർ. ആയിഷ, ആ കാരക്ക ചീളുകൊണ്ട് അള്ളാഹു ആ ഉമ്മാക്ക് സ്വർഗം നിർബന്ധമാക്കിയിരിക്കുന്നു. നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അള്ളാഹു മോചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. ഒന്ന്, ആരാണൊരു ഉമ്മ എന്ന പാഠമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ മക്കളുടെ വായിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന ഉരുള അത് വലിയ പുണ്യമാണ്, വലിയ സ്വതക്കയാണ്.
നമ്മളൊരു മാസം ഓഫീസിൽ പോയി കഷ്ടപ്പെട്ട് രാവും പകലും അധ്വാനിച്ച് ശമ്പളം വാങ്ങി കുടുംബത്തെ പോറ്റുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്, ഞാൻ സ്വതക്ക കൊടുക്കുകയാണ് എന്ന ചിന്ത നമ്മളിൽ എത്ര ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. മൂന്നാമത്തെ ഒരു സംഗതി എന്താണെന്നറിയോ? ഒരു കാരക്കച്ചീള് കൊണ്ടാണ് അള്ളാഹു ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറിയ ചെറിയ പരിശ്രമങ്ങൾക്ക് അള്ളാഹു വലിയ നന്മ നൽകും, വലിയ പുണ്യം നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു മനുഷ്യൻ അയാൾ കൃഷി ചെയ്തു, അല്ലെങ്കിൽ ഒരു മരം നട്ടുപിടിപ്പിച്ചു, ആ മരം കായ്ച്ചു, അതിൽ നിന്ന് പക്ഷികൾ തിന്നു, കിളി കൊത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞ് മാങ്ങ കൊണ്ടുപോയി, അല്ലെങ്കിൽ ആരെങ്കിലും കയറി മോഷ്ടിച്ചു കൊണ്ടുപോയി. അതൊക്കെ ആ മരം നട്ടുപിടിപ്പിച്ച മനുഷ്യനുള്ള സ്വതക്കയാണെന്നാണ് പറഞ്ഞത്. മോഷ്ടിക്കാൻ പാടില്ല, കല്ലെറിയാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ അവരങ്ങനെ കൊണ്ടുപോയാലും ഈ മരം നട്ടുപിടിപ്പിച്ച മനുഷ്യന് അത് സ്വതക്കയാണ്. നമ്മൾ ചെയ്ത എത്ര നിസാരമായ നന്മയാണെങ്കിലും പ്രിയപ്പെട്ടവരെ, അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണുക തന്നെ ചെയ്യും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ഒരു ദർറത്താണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ അത് നിങ്ങൾ കാണുന്ന പറഞ്ഞത്. എന്താ ഈ ദർറത്ത് എന്ന് പറഞ്ഞാൽ? ചെറിയ ഉറുമ്പാണ്, ഏറ്റവും ചെറിയ ഉറുമ്പ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം, മനുഷ്യന്റെ കണ്ണുകൊണ്ട് ശരിക്ക് കാണാൻ കഴിയാത്ത അത്ര ചെറിയ ഉറുമ്പ്. അത്രയാണ് ഒരു മനുഷ്യൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതവൻക്ക് അനുഭവിക്കാൻ കഴിയും, അതിൻ്റെ ഫലം അവൻ കാണുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന് പറഞ്ഞാൽ അത് നന്മകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, അത് തിന്മകൾക്കെതിരെയുള്ള യുദ്ധമാണ്, അള്ളാഹു വിലക്കിയ നമ്മുടെ മോഹങ്ങളോടുള്ള സമരമാണ്. മനസ്സ് നമ്മളെ മോഹിപ്പിക്കും, അതിലൊരു സംശയവും വേണ്ട. നമ്മളെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, അത് ചെയ്തോ ഇത് ചെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മനസ്സിനോട് ആർക്ക് പോരാടാൻ കഴിയുമോ, ആർക്ക് ജിഹാദ് ചെയ്യാൻ കഴിയുമോ, അവർക്കാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുക. ഇപ്പൊ ജിഹാദിനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പല തട്ടുകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. എല്ലാ ജിഹാദും ഒരുപോലെയല്ല. ചില ജിഹാദിന് വേറെ ചില ജിഹാദുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ ജിഹാദിന്റെ തട്ടുകൾ ഇങ്ങനെ വിവരിക്കുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല ഒന്നാമത് എണ്ണിയ ജിഹാദ് എന്താണെന്നറിയോ? ജിഹാദുൻ നഫ്സാൻ. ജിഹാദുൻ നഫ്സ്, മനസ്സിനോടുള്ള ജിഹാദ്, നമ്മുടെ മോഹങ്ങളോടുള്ള പോരാട്ടം. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക, നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു, നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, പിന്നെ ഒരു മനുഷ്യന് നമ്മളെ കാണുന്നില്ല, നമ്മുടെ ഉമ്മ കാണുന്നില്ല, ഉപ്പ കാണുന്നില്ല, ഭാര്യ അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല, പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ്. അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? അവിടെ ആ മനസ്സിനെ കെട്ടിയിടണമെങ്കിൽ ചെറിയ ഈമാനൊന്നും പോരാ. മനസ്സിനോട് സമരം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? മനസ്സ് പെട്ടെന്ന് കീഴടങ്ങൂല. അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മുടെ മനസ്സ് തോറ്റു തരൂല, പരാജയപ്പെടൂല. നല്ല ശക്തി വേണം, ഈമാനികമായ കരുത്ത് വേണം. അവർക്കേ മനസ്സിനോട് യുദ്ധം ചെയ്ത് ആ മനസ്സിനെ കീഴ്പ്പെടുത്താൻ കഴിയുള്ളൂ. അങ്ങനെ കീഴ്പ്പെടുത്തിയവർക്കുള്ളതാണ് സ്വർഗം, വെറുതെ കിട്ടുന്നൊന്നല്ല. അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയാണ്, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ. ജിബ്രീൽ, നീ പോയിട്ട് ആ സ്വർഗം ഒന്ന് കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പോയിട്ട് സ്വർഗം കണ്ടു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ. ആ സ്വർഗത്തെ പറ്റിയിട്ട് ആരൊക്കെ കേൾക്കുന്നുണ്ടോ ഓരൊക്കെ ആ സ്വർഗത്തിൽ പ്രവേശിക്കും, ഓരൊക്കെ അതിൽ പ്രവേശിക്കാൻ വേണ്ടി കൊതിക്കും. അങ്ങനെ അള്ളാഹു അടുത്ത സ്റ്റെപ്പ് എന്ന നിലക്ക് ആ സ്വർഗത്തെ ഹഫ ബിൽ മകാരിഹ്, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ കൊണ്ടും കൽപ്പനകൾ കൊണ്ടൊക്കെ പൊതിഞ്ഞു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, നീ ഒന്നുകൂടി പോയിട്ട് വാ. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ഒന്നുകൂടി പോയി. സ്വർഗം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, ലഖദ് ഖശീതു അല്ലാ യദ്ഖുലഹാ അഹദുൻ. അള്ളാഹു ആ സ്വർഗത്തിൽ ഒരാളും പ്രവേശിക്കൂല എന്ന് ഞാൻ പേടിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴികൾ അത്ര കടുപ്പമാണ്. ത്യാഗം സഹിക്കുന്നവർക്ക്, റിസ്ക് എടുക്കുന്നവർക്ക്, മനസ്സിനോട് പോരാടുന്നവർക്ക്
അവർക്ക് അത് കഴിയുള്ളൂ. അള്ളാഹു നരകത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, നീ പോയിട്ട് ആ നരകം കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ പോയി നരകം കണ്ടു, തിരിച്ചു വന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലഹ, അള്ളാഹുവേ, ആ നരകത്തെ പറ്റി കേട്ട ഒരാളും ആ നരകത്തിൽ പ്രവേശിക്കൂല, ഒരാളും അങ്ങോട്ട് അടുക്കൂല. അങ്ങനെ ഫഹഫ ബിഹാ ബിശ്ശഹവാത്ത്, അള്ളാഹു ആ നരകത്തെ മനസ്സിന്റെ ഇച്ഛകൾ കൊണ്ട് മൂടിയെന്നാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് രണ്ടാമത് പറയാണ്, ഒന്നുകൂടി പോയിട്ട് വാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടി പോയി കണ്ടു, തിരിച്ചു വന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹുവേ, ആരും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. അപ്പം മനസ്സിനോട് പോരാടാനുള്ള ഒരു ഈമാനിക ശക്തി നമ്മൾ നേടിയെടുത്തേ പറ്റൂ, അല്ലാതെ വിജയിക്കാൻ കഴിയൂല. ആര് അതിരുവിടുന്നുവോ, ദുനിയാവിന്റെ ജീവിതത്തിന് മുൻഗണന കൊടുക്കുന്നുവോ, ആഖിറത്തിനേക്കാൾ പരിഗണന കൊടുക്കുന്നുവോ, ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, ഓന്റെ സങ്കേതം നരകാൻ. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ സമയം ആലോചിച്ച് സന്ദർഭമോർത്ത് ആരും മനസ്സിനെ പിടിച്ചു കെട്ടുന്നുവോ, മോഹങ്ങളിൽ നിന്ന് കടിഞ്ഞാണിടുന്നുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കുള്ളതാണ് സ്വർഗം. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന കാഴ്ചകൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാനിനെ ചോർത്തിക്കളയുന്നതാണ്. ഇപ്പൊ നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക, ഒന്ന് അങ്ങാടിക്ക് ഇറങ്ങിയാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? സ്ത്രീകൾ എത്ര മനോഹരമായിട്ട് അവർക്ക് ഒരുങ്ങാൻ കഴിയുമോ അങ്ങനെ ഒരുങ്ങിയിട്ടാണ് ഒരു പുരേന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാനിത് കുറച്ചുകൂടി ഗൗരവത്തിൽ പറയുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങളോടാണ്. ഒരു ആകാശത്തു നിന്ന് പൊട്ടിമുളച്ച് വീണ ആൾക്കാരൊന്നുമല്ല. നമ്മുടെ ഉമ്മമാരും നമ്മുടെ പെൺമക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അമ്മായിമാരും മൂത്തമ്മമാരും ഒക്കെയാണ് ഈ അങ്ങാടികളിൽ ഉള്ളത്. ഓരോ വസ്ത്രത്തിൽ നമുക്കും വലിയ പങ്കുണ്ട്. നമ്മളെ പെണ്ണുങ്ങളായിട്ട് ബൈക്കിൽ പോവാൻ, ഓൾ ഉടുത്ത വസ്ത്രം എന്താണ്? ശരീരത്തോട് എത്രത്തോളം ഒട്ടിച്ചേർന്ന് നിൽക്കാൻ പറ്റുമോ അത്രക്കും ഒട്ടിച്ചേർന്ന വസ്ത്രം ധരിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ചില ആൾക്കാരുടെയൊക്കെ കുപ്പായം കണ്ടാൽ തോന്നും അത് മേത്ത് വെച്ച് പെയിന്റ് അടിച്ചതാണെന്ന്. ഞാനിത് പച്ചക്ക് തുറന്നു പറയുന്നത്, ഇതിന്റെ ഗൗരവം ആർക്കെങ്കിലും ഒരാൾക്ക് മനസ്സിലായിട്ട് ഒരാൾ തിരുത്തിയാൽ അൽഹംദുലില്ലാഹ്. ഇനി ആരും തിരുത്തിയിട്ടില്ലെങ്കിലും അത് ബാധ്യതാ നിർവഹണാണ്. നിങ്ങളൊരു തെറ്റ് കണ്ട നിങ്ങൾ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ നിങ്ങളത് കൈകൊണ്ട് തടയണം. നീ കൈകൊണ്ട് തടയാൻ പറ്റൂലെങ്കിൽ നാവ് കൊണ്ട് തടയുക. അതിനും പറ്റൂല എങ്കിലാണ് ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കാൻ പറഞ്ഞത്. ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ചെറിയ ഭാഗമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തിരുത്തണം പ്രിയപ്പെട്ടവരെ. ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് കൊണ്ട് നോക്കാതെ നിന്നാ പോരെ, ഞാൻ ഓരെങ്ങനെയെങ്കിലും നടന്നോട്ടെ, നിങ്ങൾ നോക്കാതിരുന്നാ പോരെ. ഞാൻ എന്താണെന്നറിയോ, ബയോളജി പോലും പഠിക്കാത്തതുകൊണ്ടാണ്. ദീന് പറയുമ്പോഴല്ലേ പ്രശ്നം. ബയോളജി പഠിച്ചാൽ തന്നെ അത് പറയൂല. മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, ആണിനെ എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, പെണ്ണിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അറിയാത്തതുകൊണ്ടാണ്. അത് കണ്ടാൽ അട്രാക്ഷൻ തോന്നും, ആകർഷണീയത തോന്നും. ആ നിലക്ക് തന്നെയാണ് അള്ളാഹു ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ പൂർണ്ണമായിട്ടുള്ള ഹിജാബോട് കൂടി ദീൻ പറഞ്ഞ വസ്ത്രത്തോടു കൂടി ഇറങ്ങിപ്പോകുന്ന എത്ര ആൾക്കാരുണ്ടാകും? നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, മുജാഹിദ് മദ്രസയിലോ അല്ലെങ്കിൽ സുന്നി മദ്രസയിലോ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ആ മദ്രസയിൽ നമ്മൾ പഠിച്ച പെണ്ണിന്റെ ഔറത്ത് എന്താ നമ്മൾ പഠിച്ച ഔറത്ത്? മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും. കഴുത്ത് ഒഴിവാക്കിയിട്ടില്ല, തലമുടി ഒഴിവാക്കിയിട്ടില്ല, കണങ്കൈ ഒഴിവാക്കിയിട്ടില്ല, കാൽപാദം ഒഴിവാക്കിയിട്ടില്ല. എന്തേ നമ്മൾ പെണ്ണുങ്ങൾ അതൊന്നും മറക്കാത്തത്? എന്തേ നമ്മൾ അതൊന്നും അവരോട് മറക്കാൻ പറയാത്തത്? ഇതിന്റെ ഗൗരവം എന്താ നമ്മൾ ചിന്തിക്കാത്തത്? ഈ മുഖത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ, നീ മുഖവും മുൻകൈ എന്നുള്ളത് മുഖം മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഭൂരിഭാഗം സലഫി പണ്ഡിതന്മാർ മുഖം മറക്കൽ നിർബന്ധം എന്ന് പറഞ്ഞവരാണ്. അത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണെന്ന് വെക്കാം. അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തെങ്കിലും നമ്മൾ മറച്ച് നടക്കണ്ടേ? ഈ മുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ വുളു ചെയ്യുമ്പോൾ മുഖം എവിടെയാണ്? പരടി മുഖമാണോ? കഴുത്ത് മുഖമാണോ? അല്ലെ? മുഖത്തിന്റെ പരിധി എന്ന് പറഞ്ഞാൽ ഈ മുടി വളരുന്ന അവിടെ മുതൽ ഈ താടിയല് വരെയാണ്. ഇതിന് താഴെയുള്ളതും മുഖമല്ല.
ഇതിന്റെ താഴെയുള്ളതും മുഖമല്ല. നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും എന്ത് ചെയ്യണം? ഒരു പെണ്ണിത് മറക്കണം. മുഖം എന്ന് പറഞ്ഞാൽ ഈ തലമുടി വളരുന്നത് മുതൽ ഈ താടിയല് വരെയുള്ളതാണ്. ഇതൊക്കെ മറച്ചു നടക്കുന്ന ആരാണ് നമ്മളെ കൂട്ടത്തിലുള്ളത്? ഇതൊക്കെ ഇനി ആരാണ് ശ്രദ്ധിക്കുക? പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നമ്മൾ നല്ലോണം ആലോചിച്ചും ചിന്തിച്ചും വേണം മുന്നോട്ട് പോകാൻ. ചിലരൊക്കെ എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും അത് തിരുത്താനുള്ളൊരു മനസ്സില്ല. ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഇന്ന് സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അദ്ദേഹം സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത്, സൗദി അറേബ്യയിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം സ്കൂളിലെ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുട്ടി, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നടക്കുന്നുണ്ട്. അവൻ്റെ വസ്ത്രം നിലത്ത് തട്ടുന്നുണ്ട്. അപ്പോൾ അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ആ കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഇന്ന് വരെ നീ കേൾക്കാത്തൊരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെ. നീ അത് കേട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് ഏതാണ് ആ ഹദീസ്? അത് ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഹദീസാണ്. ഏതാണ് ആ ഹദീസ്? അപ്പോൾ അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസ് പറഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം ആ കുട്ടി അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല ഈ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഉസ്താദിന്റെ പിന്നിൽ വന്നിട്ട് ഉസ്താദിനെ വിളിക്കുകയാണ്. ഉസ്താദ് എന്ന് പറഞ്ഞ് ഉസ്താദിനെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? ഓന് ഇന്നലെ ഉടുത്ത ആ വസ്ത്രം അത് ഉയർത്തിയിരിക്കുന്നു. ഈ അനുഭവം പങ്കുവെച്ചിട്ട് അബ്ദുൾ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല പറയാണ്, കുട്ടികൾ പെട്ടെന്ന് മാറും, ഒരു പറഞ്ഞാലോ ഒരു തിരുത്തും. എന്നാൽ മുതിർന്നവർക്കാണ് മാറാനും തിരുത്താനും ശീലങ്ങൾ മാറ്റാനും മടിയുള്ളത്. പ്രിയപ്പെട്ടവർ, അവിടുന്ന് നമ്മൾ മാറണം, ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിൽ എന്ത് നടന്നാലും അതൊന്നും എനിക്കൊരു വിഷയമല്ല, ഓരെങ്ങനെങ്കിലും നടന്നോട്ടെ എന്ന് പറഞ്ഞ് പോകാൻ പറ്റൂല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ അവരറിയാൻ വേണ്ടിയിട്ട് ഒരു ഹദീസും കൂടി പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന. 3 ആളുകളുണ്ട്, 3 വിഭാഗം ആളുകൾ, അവർക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, മുദ്മിനുൽ ഖംർ, മുഴുകുടിയൻ, കള്ളുകൂടി നിർത്താത്ത മുഴുകുടിയനായ മനുഷ്യൻ. രണ്ടാമത് അൽ ആഖു, വാപ്പാനും ഉമ്മാനും വേദനിപ്പിക്കുന്നവൻ, ഉപദ്രവിക്കുന്നവൻ. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദയൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ്, വീട്ടിൽ വൃത്തികേടുകൾ നടക്കുമ്പോൾ അതിന് അംഗീകാരം കൊടുക്കുന്നവൻ, അതിനെ എതിർക്കാത്തവൻ. ഓൻക്ക് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ദയ്യൂസിന് പല പദവികളുണ്ട്. അല്ലെ, അങ്ങേയറ്റത്തെ പദവിയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതായത് പെണ്ണുങ്ങൾ ഓരോരുത്തരുടെ കൂടെ കിടന്നാലും ഓൻക്കൊരു പ്രശ്നമില്ല, ഓൻ അതിന് കൂട്ടു നിൽക്കുന്നവനാണ്, ഓൻക്ക് സ്വർഗം നിഷിദ്ധമാണെന്നാ പറഞ്ഞത്. ഇത് ഏറ്റവും ഉയർന്നത്. അതിൻ്റെ താഴെ വരുന്നതാണ് ഈ തുണി കുപ്പായില്ലാതെ അങ്ങാടി കൂടെ നടക്കലും പൂർണ്ണമായിട്ടും മറക്കാതെ നടക്കലും ഒക്കെ. അപ്പൊ അതിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുടുംബത്തിൽ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷം വളർത്തിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ കൺകുളിർമയും സമാധാനവും ചൊരിയട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. മനസ്സിനോട് ജിഹാദ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതുപോലെ നമ്മൾ ജിഹാദ് ചെയ്യേണ്ട വേറെയും ഒരുപാട് ആളുകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മുഖ്യ ശത്രു ശൈത്താൻ. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്ന ശൈത്താന ലക്കും അദുവ്വ്, അവൻ ശത്രുവാണ്, ഫത്തഖിദൂഹു അദുവ്വ, അവനെ ശത്രുവായിക്കൊണ്ട് തന്നെ നിങ്ങൾ കാണണം എന്നാണ്. ആ ശൈത്താനിൽ നിന്ന് എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നൊരു സംഗതിയാണ് രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. നേരം പുലർന്നാൽ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അത് വൈകുന്നേരം വരെ ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണമാണെന്നാണ് പറഞ്ഞത്.
വൈകുന്നേരം ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ പ്രഭാതം വരെ ആ ആയത്തുൽ കുർസി ശൈത്താനിൽ നിന്ന് ആ മനുഷ്യനെ സംരക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ദിവസം ഒരു മനുഷ്യൻ 8 തവണ ആയത്തുൽ കുർസി ഓതുന്നുണ്ട്. 8 തവണ ഓതാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഓതുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയം. ഒന്ന് ഈ രാവിലെയും വൈകുന്നേരവും ചൊല്ലുന്നതാണ്. രണ്ടാമത്തത് 5 വഖ്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅഹാ ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. ആരെങ്കിലും 5 വഖ്ത് ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ സ്വർഗപ്രവേശനത്തെ അവൻക്ക് ആകെ ഒരു തടസ്സമേ ഉള്ളൂ, അത് ഓൻ്റെ മരണമാണെന്നാണ് പറഞ്ഞത്. അത്രക്കും ശ്രേഷ്ഠതയുള്ള ആയത്താണത്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയാൽ രാവിലെ നേരം പുലരുന്നത് വരെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംരക്ഷകനെ അള്ളാഹു അവൻ്റെ അടുക്കൽ നിയോഗിക്കുന്ന പറഞ്ഞത്. ആയത്തുൽ കുർസി ഓതിയാൽ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. 6200-ലധികം ആയത്തുകളെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്. ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്തുൽ ഫാത്തിഹയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അൽഹംദുലില്ലയാണ്. കാരണം അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അത് വെറൊരു ദിക്ർ മാത്രമല്ല. നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ ആ അനുഗ്രഹം വീണ്ടും ചോദിക്കുകയാണ് നമ്മൾ. അതുകൊണ്ടാണ് അത് അഫ്ളലു ദുആ ആണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ 8 സമയങ്ങൾ ഓർത്തു വെക്കുക. രാവിലെയും വൈകുന്നേരവും ഒരു തവണ ഓതുക, 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം ഒരു തവണ ഓതുക, ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒരു തവണ ഓതുക. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.